ഗൈസ്, നമ്മുടെ ലാസ്റ്റ് വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു എൻഗേജ്മെന്റ് ദുപ്പട്ട് ചെയ്യണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കസ്റ്റമർ മേടിച്ചത് നെറ്റാണത്. ഫസ്റ്റ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്പ്രെഡ് ആയിട്ട് കുറച്ച് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യാനായിട്ടാണ്. പിന്നീട് ലേസിൽ നമ്മൾ വിചാരിക്കാത്ത റേറ്റ് ആണ് അവള് പറഞ്ഞത് സ്പ്രെഡ് വർക്ക് ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ബോർഡർ ചെയ്താൽ മാത്രം മതി. പക്ഷേ ഈ നെറ്റിൽ നമ്മൾ ബോർഡർ മാത്രം ചെയ്തതിന് ഭയങ്കര പ്ലെയിൻ ആയി പോകും. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഹാൻഡ് വർക്ക് കൂടി ചെയ്തേക്കാന്ന്. വർക്കിന് വേണ്ടിയിട്ട് ഈ ഒരു സീക്വൻസ് അതുപോലെ തന്നെ ചെറിയ ചെറിയ കുറച്ച് ബീഡ്സ് ആണ് എടുത്തിട്ടുണ്ടായത്. സാധാരണ ഫ്രെയിമിൽ കയറിയിട്ട് ആര്യമൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ ചെയ്തിട്ട് ശരിയാവുണ്ടായില്ല. ലാസ്റ്റ് ഞാനൊക്കെ മാറ്റിയിട്ട് പിന്നെ ഞാനത് കൈകൊണ്ട് തുന്നി ചേർക്കൽ തുടങ്ങി. അപ്പൊ ഇതുപോലത്തെ ചെറിയ ചെറിയ സ്പ്രെഡ് വർക്ക് ആണ് നമ്മൾ ചെയ്തത്. എന്റെ ഡേക്കൊന്നും ബോർഡർ അടിക്കാതിരിക്കാൻ വേണ്ടി ഫോണിൽ ഞാൻ സിനിമയും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വിശന്ന് പൊരിഞ്ഞപ്പോൾ ഒരു റോളും മേടിച്ചു. ഹാൻഡ് വർക്ക് ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ല ലേറ്റ് ആയിട്ടായിരുന്നു ഈ ദുപ്പട്ടയുടെ വർക്ക് തുടങ്ങിയിട്ടുണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു 1.5 ദിവസം നമ്മൾ ഈ ഹാൻഡ് വർക്കിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള സമയം കൊണ്ടാണ് ഞാൻ ബാക്കി എല്ലാം സെറ്റ് ആക്കിയത്. ഹാൻഡ് വർക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ അതിൽ ടസിൽസ് പിടിപ്പിച്ചു. ആദ്യം 1 ലെയറാണ് കൊടുത്തത്, പിന്നെ ഒരു ഗുമ്മില്ലാത്തോണ്ട് 2 ലെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലേസിന്റെ സൈഡ് കട്ട് ചെയ്തിട്ട് B7000 ഗം വെച്ചിട്ട് അതങ്ങ് ഒട്ടിച്ച് അത് നിറയെ മിറർ വർക്കും അതുപോലെ തന്നെ ചെറിയ ചെറിയ കല്ലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് തുന്നി പിടിപ്പിക്കാൻ പറ്റൂലായിരുന്നു. പക്ഷെ നമ്മൾ ഈ ഒരു ഗം വെച്ച് ഒട്ടിച്ചതിനെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ടേക്കും, നമ്മൾ തുന്നി പിടിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ സ്പ്രെഡ് വർക്കിന്റെ ഉള്ളിൽ കുറച്ച് സ്റ്റോൺസും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും കൂടി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒരു 1.5 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫൈനൽ ലുക്കും കസ്റ്റമർ റിവ്യൂ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ DM ചെയ്യാം. ആർക്കും ഇഷ്ടപ്പെട്ടു, കാരണം നല്ല ഹെവി വർക്കായിരുന്നു ഷോളിൽ ഉണ്ടായിരുന്നത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ തരുമ്പോൾ ഷോളിനൊക്കെ വെയിറ്റ് ഉണ്ടായില്ലല്ലോ. ഈ വർക്കൊക്കെ ചെയ്ത് എല്ലാം പിടിപ്പിച്ചതിനൊക്കെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല കറക്റ്റ് ഡ്രസ്സിനോട് ചേർന്നിട്ട് തന്നെയായിരുന്നു ആ ഇതൊക്കെ പിടിപ്പിച്ചത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.